സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിച്ചുകൊണ്ട് ഒരു വചനം പ്രാർത്ഥനയോടെ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യം 4. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യം 4. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ ജീവനും വെളിച്ചവും എന്ന വിഷയമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ജീവനും വെളിച്ചവും. ഈ മുഴുപ്രപഞ്ചത്തിൽ നാം നോക്കിയാൽ എല്ലാ ജീവചരാചരങ്ങളുടെയും നിലനിൽപ്പും പരിപാലനവും പരിപോഷണവും ജീവൻ്റെയും വെളിച്ചത്തിൻ്റെയും അധികാരത്തിലാണെന്ന് കാണുവാൻ കഴിയും. ജീവനില്ലെങ്കിൽ, അതുപോലെ തന്നെ വെളിച്ചമില്ലെങ്കിൽ, അതെ നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല. സങ്കല്പത്തിനും അതീതമാണ് ഈ രണ്ട് വിഷയങ്ങളില്ലാത്ത ലോകം. എവിടെ നോക്കിയാലും ജീവൻ്റെ തുടിപ്പുകൾ. അതുകൊണ്ടാണ് സസ്യങ്ങൾ വളരുന്നത്, അതുപോലെ സകല ജീവചരാചരങ്ങളും ചരിക്കുന്നത്, ഒപ്പം മനുഷ്യനും. അതുപോലെ തന്നെ സകല പ്രവൃത്തികളും നാം ചെയ്യുന്നതും വെളിച്ചത്തിലാണ്. വെളിച്ചമില്ലാത്ത അവസ്ഥ, ഇരുളിൻ്റെ അവസ്ഥ, അത് ശൂന്യത എന്ന് മാത്രമല്ലാതെ എന്താണ് നമുക്കതിനെ വിളിക്കുവാനാകുക? യോഹന്നാൻ അപ്പോസ്തലൻ ജീവനും വെളിച്ചവും എന്ന് ഇവിടെ പ്രതിപാദിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ്, അഥവാ യേശുവിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. രക്ഷയുടെ വിശാലമായ കാഴ്ചപ്പാടാണ് യോഹന്നാൻ്റെ സങ്കല്പത്തിൽ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവം ലോകത്തിലേക്ക് അയച്ച രക്ഷകനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം രചിച്ചത്. മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള മാറ്റവും പരിവർത്തനവുമാണ് ഇവിടെ നാം കാണുന്നത്. ക്രിസ്തു അഥവാ യേശു നമുക്ക് ജീവൻ നൽകുന്നു. അത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അതായത് നിത്യമായ നാശത്തിൽ നിന്നുള്ള മോചനം സാധ്യമാകുന്നത് ജീവനിലൂടെയാണ്. ഈ ജീവൻ നാം സ്വീകരിക്കുമ്പോൾ, അഥവാ യേശുവിനെ നാം സ്വീകരിക്കുമ്പോൾ, നാം ദൈവത്തിൽ ആയിത്തീരുന്നു, അഥവാ ജീവനിൽ, നിത്യജീവനിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു യേശുവിനോടുള്ള കൂട്ടായ്മയിലൂടെ പിതാവുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയുന്നത് ക്രിസ്തു യേശുവിലൂടെയാണ്. ദൈവസ്നേഹം അറിയുവാൻ, ദൈവസ്നേഹം അനുഭവിക്കുവാൻ, ദൈവികമായിട്ടുള്ള സന്തോഷം അഥവാ ആത്മീയമായിട്ടുള്ള സന്തോഷം, സമാധാനം, ഇവയെല്ലാം സ്വായത്തമാക്കുവാൻ ഉപകരിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്, യേശുവിലൂടെയാണ്, ജീവനിലൂടെയാണ്. ഈ ജീവൻ നമ്മിലുള്ളപ്പോൾ നാം ശക്തരാണ്, അഥവാ യേശു നമ്മിലുള്ളപ്പോൾ നാം ശക്തരാണ്. കാരണം ജീവൻ ദൈവികമാണ്, അത് ഭൗതികമായ അഥവാ സാത്താന്യ ശക്തികളെ അതിജീവിക്കുന്നതാണ്. ശക്തനായവൻ എന്നോടുകൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം നമ്മിൽ പ്രബലപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കുമ്പോഴാണ്. ആ ബോധ്യം എല്ലായ്പ്പോഴും നമ്മിൽ ഉണ്ടാകേണ്ടതാണ്, ഒപ്പം അനുദിനം അനുനിമിഷം വർദ്ധിക്കേണ്ടതാണ്. രക്ഷയുടെ വാതിലാണ് ക്രിസ്തുനാഥൻ. ആ ക്രിസ്തുനാഥനാകുന്ന
ആ രക്ഷയുടെ വാതിലിലൂടെ നാം പ്രവേശിച്ചത് ജീവനിലേക്കാണ്, നിത്യജീവനിലേക്ക്. ആമേൻ, ആമേൻ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നെൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നെൻ മനം സ്വർഗ സന്തോഷത്താൽ. കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും.